ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അനലിറ്റിക്കൽ സേവനം ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കാം. കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. 2025 മാർച്ച് 18 വരെയുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു. എഴുതിയത് 144 കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്, 10.8. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഇതാണ്, -1.7 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.9 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 8 പോയിന്റുകൾക്കെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. -33.6% ചലനാത്മക കാണിച്ചു. 16.5% എന്ന ഉപവിഭാഗത്തിലെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ. ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല, എന്നാൽ നിങ്ങൾ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പനിയുടെ വിപണി മൂലധനം $13.23 ബില്യൺ. $146 ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം. 9.043% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ ഇടത്തരം കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $5.9 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $56 ബില്യൺ ആണ്. 9.164% വിഹിതം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 9.043%. ബാലൻസ് ഷീറ്റ് മൂലധനം 9.164%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 1% കൂടുതലാണ്. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത്, 1 പോയിന്റ്. സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ $0.15 ബില്യൺ ആണ്. ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇക്വിറ്റിയുടെ 3%. കമ്പനിയുടെ ഡെറ്റ് ലെവലിൽ ഫലം വളരെ നല്ലത്, 2 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും 11.7 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 0 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ മികച്ചതാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് മൂല്യം ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ വളരെ നല്ലത്, 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $1133 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $1139 മില്യൺ ആണ്. നിലവിലെ കണക്കിനേക്കാൾ 0.5% കൂടുതലാണിത്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത്, 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 4.2 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 7.6 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 45% കുറവാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത്, 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $3120 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $3140 മില്യൺ ആണ്. ഇപ്പോഴുള്ളതിനേക്കാൾ 1% കൂടുതൽ.
ഉപവിഭാഗ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ പ്രകടനം വിലയിരുത്തുന്നു. നല്ലത് 0.5 പോയിന്റ്. മാർജിൻ 36.3%. ഉപവിഭാഗത്തിലെ ശരാശരി -65.5%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 101.8%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ. നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 5.792%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 56% കുറവാണ്. ഇത് കമ്പനിയുടെ നിലവിലെ വിനിമയ വിലയുടെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു, മറിച്ച് പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് $4,929,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $3,157,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 56.1%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനി മൂലധനത്തിന്റെ അളവ് കണക്കാക്കുന്നു. സഹിക്കാവുന്ന 0 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം $422,200. ഉപവിഭാഗത്തിന്റെ ശരാശരി -$271,700. ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം $694,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭം കണക്കാക്കുന്നു. നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് $1,163,000. ഉപവിഭാഗത്തിൽ $415,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 180%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കുന്നു. നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന ഇടപാടുകളുടെ അളവ് 0.4% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 7.3%. ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. സൂചകം GD 14 കമ്പനിക്ക് 45% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ ഈ നില 50%. സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ ഓഹരികൾ ഏകദേശം ഓഹരികൾക്ക് തുല്യമാണ്. കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം $20.79 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $31.75 ആണ്. യഥാർത്ഥ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 53%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. $20.8 എന്ന വിലയിൽ ഒരു വാങ്ങൽ കരാർ തുറക്കുക. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 22.73 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 18.87 ആയി സജ്ജീകരിച്ചിരിക്കുന്നു.
ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 ഏപ്രിൽ 17 ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ KWEDA ഒരു ബാലൻസിംഗ് സെയിൽ ഓർഡർ ആയിരിക്കും.